നമ്മൾ ഇന്ന് ക്രഞ്ചീസിൻ്റെ വീഡിയോ ആണ് ചെയ്യുന്നത്, ട്യൂട്ടോറിയൽ വീഡിയോ ചെയ്യുന്നത്. ഇതിൽ നമ്മൾ 2 ടൈപ്പ് ഓഫ് ഹുക്കാണ് യൂസ് ചെയ്യണത്. ഫസ്റ്റത്തേത് 2.5 ആയിട്ടുള്ള ആയിട്ടുള്ള ഹുക്കും, മറ്റേത് 6.0 ആയിട്ടുള്ള ഹുക്കാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതിൽ യൂസ് ചെയ്യണത് അക്രിലിക് യാണാണ്. യെല്ലോ യാണ് 5 പ്ലേ ആയിട്ടുള്ള യാണും, വൈറ്റ് 3 പ്ലേ ആയിട്ടുള്ള യാണാണ് യൂസ് ചെയ്യുന്നത്. അക്രിലിക് യാണ് യൂസ് ചെയ്യുന്നത്. ഇതിൽ നമ്മൾ ഫസ്റ്റ് ഈ റൗണ്ടില്ലേ അതാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കിത് ചെയ്യാം. ഫസ്റ്റ് ഒരു ബണ്ണാണ് നമ്മൾ യൂസ് ചെയ്യണത്. ബണ്ണിൽ കൂടി നമ്മൾ ഒരു യാൺ ഓവർ ചെയ്തിട്ട് ഒരു സ്റ്റിച്ച് ഇടും. അത് കഴിഞ്ഞിട്ട് ഇതേപോലെ ഒരു സ്റ്റിച്ച് ഇടും. അത് കഴിഞ്ഞിട്ട് ബണ്ണിൻ്റെ ഉള്ളിൽ കൂടി കിടത്തിയിട്ട് ഒരു സിംഗിൾ ക്രോഷേ ചെയ്യും. വീഡിയോ വ്യക്തമായിട്ട് എടുത്തിട്ടുണ്ട്. ഫസ്റ്റത്തത് ഒരു ക്ലാരിറ്റി കുറഞ്ഞതാണ്. അതേപോലെ സിംഗിൾ ക്രോഷ് ചെയ്തിട്ട് ആ ബണ്ണിൻ്റെ ബ്ലാക്ക് ഭാഗം കാണാത്ത വരെ ഇത് ചെയ്തുകൊണ്ടിരിക്കണം. ബ്ലാക്ക് പോർഷൻ കാണരുത്. അതുവരെ നമ്മൾ ഈ സിംഗിൾ ക്രോഷ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യണം. ഇത് അവസാനത്തെ നമ്മൾ ബ്ലാക്ക് പോർഷൻ കാണാത്ത രീതിയിൽ ചെയ്യണമാണ്. പിന്നെ ഈ ബ്ലാക്ക് പോർഷൻ ഇതുവരെ ചെയ്തുകൊണ്ടിരിക്കണം, സിംഗിൾ ക്രോഷ് ചെയ്തുകൊണ്ടിരിക്കണം. എന്നിട്ട് നമ്മൾ അവസാനത്തെ ആ സ്റ്റിച്ചിൽ, അതായത് അവസാനം ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത ആ ഒരു പോർഷനില്ലേ അവിടുത്തെ ഫസ്റ്റ് സ്റ്റിച്ചായിട്ട് ഇത് ക്ലോസ് ചെയ്യണം. ആ യാൺ ഓവർ ചെയ്തിട്ട് അത് ക്ലോസ് ചെയ്യുക. ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ഈ ഹുക്കല്ല യൂസ് ചെയ്യാം. അവർക്ക് മാറ്റി വെക്കണം. നമുക്ക് അടുത്തതിലൊരു ആവശ്യമുണ്ട്, മാറ്റി വെക്കുക. അടുത്തത് 6 mm ആയിട്ടുള്ള ഹുക്ക് എടുക്കുക. എന്നിട്ട് നമ്മൾ 3 സ്റ്റിച്ച് ഇടണം. 3 സ്റ്റിച്ച് ഇട്ട ശേഷം നമ്മൾ ഡബിൾ ക്രോഷാണ് ചെയ്യുക. ഇത് സെയിം സ്റ്റിച്ചുമ്പോൾ തന്നെ 3 പ്രാവശ്യം ഡബിൾ ക്രോഷ് ചെയ്യുക. ഫസ്റ്റത്തെ ഡബിൾ ക്രോഷ്, സെക്കൻഡ് ഡബിൾ ക്രോഷ്, മൂന്നാമത്തെ ഡബിൾ ക്രോഷ് ചെയ്യാം. അടുത്തത് നെക്സ്റ്റ് സ്റ്റിച്ച് ഇതേപോലെ തന്നെ ഫസ്റ്റ് ഡബിൾ ക്രോഷ്, സെക്കൻഡ് ഡബിൾ ക്രോഷ്, തേർഡ് ഡബിൾ ക്രോഷ്. സെയിം സ്റ്റിച്ച് തന്നെയാണ് നമ്മൾ ഈ തേർഡ് 3 ഡബിൾ ക്രോഷ് ചെയ്യുന്നത്. ഇനി അടുത്ത സ്റ്റിച്ചുമ്പോൾ ഡബിൾ ക്രോഷ്. അങ്ങനെ ആ ഒരു ഫുൾ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യണം. ഇതേപോലെ കണ്ട ഇതുപോലെ സ്വിങ് പോലെ വന്നിരിക്കണ കണ്ടില്ലേ? അങ്ങനെ ചെയ്ത് ഇത് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യണം. അടുത്തത് ലാസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ റിങ് ക്ലോസ് ചെയ്യണം. ഞാൻ 2 പ്രാവശ്യം ചെയ്യും, കാരണം അത് നമ്മൾ കറക്റ്റായിട്ട് ചെയ്യാൻ വേണ്ടി. എന്നിട്ട് പിന്നെ അടുത്തത് ഈ ഹുക്ക് മാറ്റിയിട്ട് നമ്മൾ മാറ്റി വെച്ചൊരു ഹുക്കില്ലേ 2 പോയിന്റ്, ആ ഹുക്ക് അത് എടുക്കണം. ഈ വെള്ള അക്രിലിക് യാണാണിത്. പിന്നെ ഒരു കാര്യം പറയാൻ പറഞ്ഞു, സ്ക്രഞ്ചസ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഹുക്ക് കുറച്ച് വലിയ ഹുക്ക് എടുക്കണം. കാരണം അതിങ്ങനെ സ്വിങ് ആയിട്ട് വലിയ സ്പേസ് വരാൻ വേണ്ടിയാണ് അതങ്ങനെ ചെയ്യുന്നത്. അപ്പോഴേ നമുക്കൊരു സ്ക്രഞ്ചീസിൻ്റെ ഒരു ഷേപ്പ് കിട്ടുള്ളൂ. നമ്മൾ ഔട്ട്ലൈന് വൈറ്റ് ആഡ് ചെയ്യാൻ വേണ്ടി കാണിക്കുന്നത്. ഇത് മാറ്റി ഈ ഹുക്ക് യൂസ് ചെയ്യണം.
ഹുക്ക് വെച്ചിട്ട് ഞാൻ ബാക്കിലൊന്ന് വലിക്കും. അപ്പോഴാണ് കറക്റ്റായിട്ട് നിന്നോളും. എന്നിട്ട് ഒരു സ്റ്റിച്ച് ഇട്ടിട്ട് പിന്നെ നമ്മൾ ഹാഫ് ക്രോഷാണ് ചെയ്യുക. ഹാഫ് ഡബിൾ ക്രോഷാണ് ചെയ്യുന്നത്. ഇതേപോലെ ഹാഫ് ഡബിൾ ക്രോഷ ഒരു സ്റ്റിച്ച് മേൽ 3 ഹാഫ് ഡബിൾ ക്രോഷ വെച്ചിട്ട് കംപ്ലീറ്റ് ചെയ്യണം. ഫസ്റ്റ് ഹാഫ് ക്രോഷ, അതേ സെയിം സ്റ്റിച്ചിന് തന്നെ സെക്കൻഡ് ഹാഫ് ക്രോഷ ആൻഡ് തേർഡ് ഹാഫ് ക്രോഷ. അടുത്ത സ്റ്റിച്ചിന് ഇതേപോലെ തന്നെ ഹാഫ് ക്രോഷ തന്നെ, ഹാഫ് ഡബിൾ ക്രോഷ, ഫസ്റ്റ് ഡബിൾ ക്രോഷ, ഹാഫ് ഡബിൾ ക്രോഷ, സെക്കൻഡ് ആൻഡ് തേർഡ്. ഇതേപോലെ ഇത് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യണവരെ ചെയ്യും. അവസാനത്തേക്ക് നമ്മൾ ഫസ്റ്റത്തെ സ്റ്റിച്ചായിട്ട് ഇത് ക്ലോസ് ചെയ്യണം. ഇതിൽ വൈറ്റ് ആഡ് ആണെങ്കിൽ ആഡ് ചെയ്താൽ മതി. പക്ഷേ ഒരു യൂണിക്ക് ഫീൽ ചെയ്യാൻ ഈ വൈറ്റ് ആഡ് ചെയ്തത്. യെല്ലോ തന്നെ ആക്കുമ്പോൾ ഇതിന് ക്രഞ്ചസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പക്ഷെ ഒരു വൈറ്റ് തന്നെ ആഡ് ചെയ്തെന്നുള്ളൂ. പിന്നെ ഇതേപോലത്തെ പ്രൊഡക്ട്സ് നമ്മൾ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. യൂട്യൂബിൽ ആഡ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഇങ്ങനത്തെ പ്രൊഡക്ട്സ് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുക്കുക, ഇൻസ്റ്റാഗ്രാം നമ്പറും കൊടുക്കുക. അതിൽ ജസ്റ്റ് മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ നമ്മളിതിൻ്റെ ഡീറ്റെയിൽസൊക്കെ അയച്ചു തരാം. ഇതാണ് വാട്സപ്പ് നമ്പർ, ഇതാണ് ഇൻസ്റ്റാഗ്രാം ID. നിങ്ങൾ പിൻട്രസ്റ്റിൽ നിന്ന് എവിടെ നിന്നെങ്കിലും ഫോട്ടോ എടുത്തിട്ട് അത് വേണമെങ്കിൽ അത് അയച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ.